ഇതാണോ ജനാധിപത്യം? ശരി, ശ്രീ CK ഷാക്കിർ, ലീഗ് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മതസംഘടനകളുടെ നിലപാടിനൊപ്പം തന്നെയാണല്ലോ മുസ്ലിം ലീഗ്. പക്ഷേ ഇതാണോ മതേതരത്വം എന്ന് പറയുന്നത്? ഇവിടെ മദ്രസകളുടെ പഠന സമയത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങൾ ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ, അതും പ്രകോപനപരമായിട്ടാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്? സമുദായങ്ങളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയല്ലേ മന്ത്രിസഭ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിരട്ടലായിട്ടേ തോന്നുകയുള്ളൂ. അല്ല മഞ്ജുഷ, ഇവിടെ നിങ്ങൾ പുതിയ നരേഷൻ ഉണ്ടാക്കില്ലേ? മതേതരത്വവും അല്ലെങ്കിൽ വർഗീയതയും നിങ്ങൾ എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുക്കുന്നത്? കുറച്ച് ദിവസം ഇപ്പൊ മുസ്തഫ മാഷ് പറഞ്ഞതുപോലെ കുറച്ച് ദിവസമായി ഈ നമ്മള് പണിക്കരെ പോലെയുള്ള ആളുകൾ ചില ചാനലിൽ ഇരുന്ന് ചെറിയ വിഷയങ്ങളെ പോലും വർഗീയമായി കണക്കാക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ ഒരു ചർച്ചയില്ല, അധ്യാപക സംഘടനകളുമായി ചർച്ചയില്ല, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി ചർച്ചയില്ല, ഈ മേഖലയിലെ പ്രമുഖരായ ആളുകളുമായി ഒന്നും ചർച്ചയില്ല. ഈ 4ാം ക്ലാസ്സും ബുദ്ധിയുമുള്ള കമ്മ്യൂണിസ്റ്റ് വിവരമില്ലാത്ത ആളുകൾ ആരോടോ ഉള്ള വിദ്വേഷത്തിന്റെ പകയുടെ ഫലമായി എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവർ കൊണ്ടുവന്ന ഒരു പരിഷ്കരണം ശ്രദ്ധിച്ചോ? ഗവർണർ എന്താണ് എങ്ങനെ വേണ്ടി പുതിയ പാഠ്യ പദ്ധതി കൊണ്ടുവരുന്നത്? എന്താ ഉദ്ദേശം? ഗവർണറും ഇവരുമായി തർക്കം കഴിഞ്ഞു. അപ്പൊ അടുത്ത ദിവസം തന്നെ ഒരു പാഠം കൊണ്ടുവരികയാണ്. ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് തലയില്ലാത്ത അല്ലെങ്കിൽ പോലെയുള്ള പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ അതിനെ വർഗീയമായി കാണണ്ട. ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമാണെങ്കിൽ ഏത് പരിഷ്കരണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മഞ്ജുഷേ, നമ്മൾ ഈ ചർച്ച കേൾക്കുന്ന ആളുകളോട് തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പല വിദ്യാഭ്യാസ മന്ത്രിമാരും കാലോചിതമായി അതിമനോഹരമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം. ET മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ 90കളിൽ ആണ് കേരളത്തിൽ ശിശു സൗഹൃദ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അതുവരെ അധ്യാപക സൗഹൃദ വിദ്യാഭ്യാസമായിരുന്നു. ആ കൊണ്ടുവന്ന പദ്ധതിയുടെ ഗുണഫലം അനുഭവിച്ചത് 2004 94 1ാം ക്ലാസ്സിലെത്തി കുട്ടി 2004 SSLC എത്തുമ്പോ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി വീണ്ടും ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു. അന്ന് ആണ് ഇന്ത്യക്ക് മാതൃകയായി ഗ്രേഡിംഗ് കൊണ്ടുവന്നത്. എന്താ ഗ്രേഡിംഗ് പരിഷ്കരണം? ഈ കുട്ടികളുടെ നിരന്തര പഠന പ്രക്രിയകൾ പരിശോധിച്ചുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതിനു മുമ്പ് എന്തായിരുന്നു? കുട്ടികൾ പുസ്തക പുഴുക്കളായി അതിൽ പഠിച്ചത് മാത്രം എഴുതി വെച്ച് ആ പരീക്ഷയിൽ അങ്ങനെ മാർക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തെ മാറ്റി നിർത്തി കുട്ടികളുടെ പഠന പ്രക്രിയകളൊക്കെ പരിശോധിച്ചു. എല്ലാ നിലക്കും നോക്കി കുട്ടികൾക്ക് മറ്റ് മേഖലകളിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങളാണ് പഴയ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ശിവൻകുട്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണം എന്താണ്? ഇത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പൊളി അജണ്ടകൾ ഒന്നൊന്നായി ഒളിച്ചു കടത്തുകയാണ്. ഈ അക്കാഡമിക് ഇയറിൽ മാത്രം പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ, അതുപോലെ തന്നെ സ്കൂൾ സമയ മാറ്റത്തിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും കള്ളക്കളികൾ കമ്മ്യൂണിസ്റ്റ് താങ്കൾ പറയുന്ന വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം ഞാൻ പുകഴ്ത്തുന്നില്ല. കാരണം പല ന്യൂനതകളുമുണ്ട്. അത് മാത്രമല്ല അത്ര നല്ല വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളല്ല നടക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ മന്ത്രി പറയുന്നതിനോടും സർക്കാരിന്റെ നിലപാടിനോടും യോജിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇത് ഒരു സമയമാറ്റം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് 10 മണിക്ക് മുൻപ് തന്നെ സ്കൂൾ സമയം തുടങ്ങണം. അതിൽ നിങ്ങൾ അതിനകത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യമുള്ളത്? അത് നടത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്നാൽ വൈകിട്ട് ഒരു 15 മിനിറ്റ് കൂട്ടുക എന്നുള്ളത്. അതെന്ത് നിർദ്ദേശമാണ്? ഇത് കൃത്യമായിട്ടല്ല. 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും കൂട്ടുക എന്ന് പറയുന്നത് അതൊരു ശരിയായ തീരുമാനമാണ്. അല്ല, ഏത് എന്നോട് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞതിനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ത് കാരണം. അല്ലെ, അങ്ങനെയാണ് ലീഗ് ഒരു നിർദ്ദേശം നൽകുക. സമസ്തയുടെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർമ്മ ലീഗ് സമസ്തയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയായിരിക്കുമെന്ന്. അല്ല, മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോ അതിന്റെ മേഖലയിലുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് അതിന്റെ ഗുണഫലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് അതിന് ശേഷമായിരിക്കണം. നിങ്ങൾ അറിയോ മഞ്ജുഷേ, അടുത്ത കാലത്തായി ഇവര് ഈ കരിക്കുലം കമ്മിറ്റികളിൽ അല്ലെങ്കിൽ പാഠ്യ പദ്ധതി പരിഷ്കരണ കമ്മിറ്റികളിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ അറിയോ? ദേശാഭിമാനി വരിക്കാരനും CPM-ന്റെ അധ്യാപക സംഘടനയിലെ അംഗവും മാത്രം. വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആളായാലും കുഴപ്പമില്ല, ദേശാഭിമാനിയുടെ വരിക്കാരനായ മതി. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു?
ഒരുപാട് കാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച പിന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാര്, സ്കൂളുകളിൽ 10 വർഷത്തിലധികം പ്രവർത്തിച്ച ആളുകൾ, ആ മേഖലയിൽ കഴിവുള്ള ആളുകളൊക്കെ വെച്ചിട്ടാണ് പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഒക്കെ പരിഷ്കരിച്ചിരുന്നത്. ഇപ്പൊ എന്താ കോലം? അതിന് മനുഷ്യൻ എന്താ പറയാനുള്ളത്? സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ കണ്ണുമടിച്ച് ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ പക്ഷേ നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ കാര്യമല്ല. പൊതുവിദ്യാലയങ്ങളിൽ മദ്രസകളുടെ സമയമനുസരിച്ച് സമയക്രമം രൂപപ്പെടുത്തണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ലീഗിന് എങ്ങനെ അത് പറയുവാൻ കഴിയും? ലീഗ് അങ്ങനെ പറഞ്ഞോ? പിന്നെ ലീഗിന്റെ നിലപാട് എന്താണ്? അല്ല ലീഗ് പറഞ്ഞോ? അല്ല ലീഗിന്റെ നിലപാട് എന്താണെന്ന് പറയൂ, താങ്കൾ പറയൂ. ലീഗ് പറഞ്ഞു. നിങ്ങൾ ലീഗിന്റെ നിലപാട് ലീഗിന്റെ നേതാക്കന്മാർ പറയില്ല, മഞ്ജുഷ് പറയല്ലേ? നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ? ഇതൊക്കെ എല്ലാത്തിനെയും ഒരു കമ്മ്യൂണലായി വർഗീയമായി കൊണ്ടുപോകല്ലേ? അതാ പറഞ്ഞാൽ ലീഗിനെ അനുകൂലിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ താങ്കൾ ഇതിനെ മറ്റ് പരിഷ്കാരങ്ങളുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട. അല്ലല്ല, സംസ്ഥാന സർക്കാരിന്റെ വികലമായ മറ്റു പരിഷ്കാരങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട. ഒന്നുകിൽ താങ്കൾ ഇതിനെ അനുകൂലിക്കൂ, അല്ല ഇതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ മതസംഘടനകൾക്കൊപ്പം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതോടൊപ്പം ഒരു പരിഷ്കരണം ഒരു മിനിറ്റ് കേൾക്കി മുഴുവൻ കേൾക്കി പരിഷ്കരണം കൊണ്ടുവരുമ്പോ അപ്പൊ സൂംബ ഡാൻസിൽ എന്താ പ്രശ്നം? ഇവിടെ മദ്യം വ്യാപകമാക്കി CPM-ന്റെ പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിമാർ ഓരോ ദിവസം ലഹരി മദ്യ മാഫിയക്ക് അല്ലെങ്കിൽ കച്ചവടം നടത്തി പിടികൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ ആ CPM-ന്റെ പാർട്ടി ക്ലാസ് പോയി പറഞ്ഞാൽ പോലെ ആ ലഹരി കച്ചവടം നിർത്താൻ വേണ്ടി അത് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചാൽ ലഹരി നിർത്താൻ പറ്റും? എന്ത് വിട്ടിത്തമാണ്? ലീഗിനെ എതിർക്കേണ്ടി വരികയാണ്. സുംബ ഡാൻസിനെയും ലഹരിയുമായിട്ട് കൂട്ടിക്കുഴക്കരുത്. നിങ്ങൾ എന്തോ ലഹരി അടിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് സുംബ ഡാൻസ് എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലത്. നിങ്ങൾ ഈ അടുത്ത സമയത്ത് വന്നത് സംസ്ഥാന സർക്കാരിന് നിങ്ങളൊരു ആയുധം നൽകുകയാണ്. ശരിക്കും വിദ്യാഭ്യാസ രംഗത്ത് പല വിമർശനങ്ങളും നേരിടുന്ന സംസ്ഥാന സർക്കാരിന് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മതത്തിന്റെ പേരിൽ വടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സുംബ ഡാൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളെ മാറ്റണമെന്നൊക്കെ പറയുന്നു. മതം പറഞ്ഞിട്ടില്ല. അല്ല മനുഷ്യ, ഞങ്ങൾ ആരെങ്കിലും മതം പറഞ്ഞു? ലഹരിയും മദ്യവും വ്യാപകമാക്കുന്ന കേരളത്തിൽ ലഹരിയും മദ്യവും ഈ CPM-ന്റെ സർക്കാർ വ്യാപകമാക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ പ്രതിരോധിക്കാൻ സുംബ ഡാൻസ് എങ്ങനെയാണ് മനുഷ്യ പ്രാക്ടിക്കൽ ആവുന്നത്? അത് ബുദ്ധിശൂന്യതയല്ലേ? മനുഷ്യ ഒന്ന് പറഞ്ഞിരി. അങ്ങനെ സംഗതിണ്ടോ? കുട്ടികൾ സ്കൂളിൽ ഡാൻസ് കളിച്ചാൽ ഇവിടെ ലഹരി നിൽക്കോ? അങ്ങനെ ഉണ്ടോ? നിങ്ങൾ അതൊക്കെ ലഹരിക്കെതിരെയുള്ള ഒരു പ്രചാരണം എന്ന രീതിയിലല്ലേ, അല്ലാതെ അതിന്റെ പേരിൽ നിങ്ങൾ ലഹരിയുമായി അതിനെ കൂട്ടിക്കുഴച്ച് സുംബ ഡാൻസ് എന്തോ വൈകൃതമാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നതിൽ അവരെ ഞങ്ങൾ അനുകൂലിക്കുന്നു, ആ സംഘടനയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ നിലപാട് അതല്ല. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കൂ. ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കൂ. മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണോ വേണ്ടയോ? ഇക്കാര്യത്തിൽ ലീഗിനൊരു ഒറ്റ നിലപാട് വരൂ. വേണോ വേണ്ടയോ? ഒരു നിലപാടുള്ളൂ. ആ നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് നിലപാട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ചർച്ചയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോടല്ല പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ. അതിനെന്താ കുഴപ്പം? അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. സമസ്തയ്ക്കൊപ്പമാണ് ലീഗ് എന്ന് പറയുമ്പോൾ മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണം. ഇതാണ് ലീഗിന്റെ നിലപാട്. അതേ മനസ്സിലാവുകയുള്ളൂ. ശരി, ശ്രീ റജി ലൂക്കോസ് ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ലീഗിന്റെയും സമസ്തയുടെയും പ്രശ്നം. റജി, ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല, ഏകപക്ഷീയമായി സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ലീഗിന്റെയും സമസ്തയുടെയും ഒക്കെ പ്രശ്നം. സമസ്ത എന്ന് പറയുമ്പോൾ മുസ്ലിം സംഘടനകളുടെ ഒക്കെ നിലപാട് ഇത് തന്നെയാണ്.